അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട് തറവാടിൻ്റെ അടുക്കള ഇന്ന് ഉണർന്നിട്ടില്ല. ഉമ്മ എണീറ്റ് നോക്കി. പഠിച്ചോനെ, നുസിയൊക്കെ എവിടെ? മോളെ നുസിയെ. ഉമ്മ അടുക്കളയിലേക്ക് എത്തി നോക്കി. പഠിച്ചോനെ, ആരും കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇന്നേരാകുമ്പോത്തിന് ചായയും വെള്ളമൊക്കെ കൊടുന്നല്ലുണ്ടല്ലോ. എൻ്റെ കുട്ടി ഇതെവിടെ പോയി? തലേ ദിവസം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം കൊണ്ടോ എന്തെന്നാവോ ഉറങ്ങിപ്പോയിട്ടുണ്ട്. എന്നാലും കുറച്ച് പെട്ടെന്നാണ് ഉമ്മ ആ ഒരു കാഴ്ച കണ്ടത്. അല്ലാ, താൻ കിടക്കുന്ന റൂമിലെ ടേബിളിൽ അതാ ഒരു കട്ടൻ ചായ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു, ഒരു ഗ്ലാസ് ചൂടുവെള്ളവും. പടച്ച റബ്ബേ, എൻ്റെ കുട്ടി വന്ന് നോക്കിയിട്ടുണ്ടാവും. ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ടായിരിക്കും. ഉമ്മ തൊട്ട് നോക്കി. പഠിച്ചോനെ, ചായയൊക്കെ ചൂടാറി തുടങ്ങിക്കണല്ലോ. നേരെ നല്ലോ വെളിച്ചും വെച്ചിക്കണ്. സത്യത്തിൽ ഇപ്പം എന്താ സംഭവിച്ചത്? ഉമ്മ അടുക്കളയിലേക്ക് പതുക്കെ ഇറങ്ങി നോക്കി. എല്ലാവരും ക്ഷീണം കൊണ്ട് ഉറങ്ങിയത്. ഇപ്പം ചായ പാര കൊണ്ടുവന്ന് വെച്ചത്. ഉമ്മ നേരെ അതാ അടുക്കളയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അടുക്കളവാതിൽ തുറന്ന ഉമ്മ അടുപ്പിൻ്റെ ഭാഗത്തേക്ക് തീയൊന്നും പുകഞ്ഞിട്ടുമില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് ഓള് നീച്ചീൻ്റെത്? പെട്ടെന്നാണ് ഉമ്മ അവിടെയുള്ള ആ പാത്രം തുറന്നു നോക്കിയത്. പടച്ച റബ്ബേ, ചായ, കടി, കറി ഒക്കെ ഈ പെണ്ണിത് എപ്പോഴാണ് റബ്ബെ ഉണ്ടാക്കിച്ച് പോയത്? എനിക്ക് വയ്യ. അപ്പോൾ എനിക്കാണ് നേരം വൈകിയത്. സമയം 7:30 മണി. എനിക്കാണ് നേരം വൈകിയത്. എവിടെ ഞാൻ എന്തെങ്കിലും ഉറങ്ങിപ്പോയി? പാവം, എൻ്റെ കുട്ടി വന്നൊക്കെ ഉണ്ടാക്കി വെച്ച് പോയിക്കണ്. ഇന്ന മണി വിളിച്ചിട്ടുണ്ടാവോ? ഞാനാണെങ്കിൽ നിസ്കാരക്കപ്പായത്തോടെ തന്നെ ഉറങ്ങിക്കണം. ഉമ്മ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങിക്കണമെന്ന് കരുതിയിട്ട് വിളിക്കാതിരുന്നതായിരിക്കും. പാവം എൻ്റെ നുസി. ഷമ്മാസിനെയും കാണാനില്ല, ആരും കാണാനില്ല, മക്കളെയും കാണാനില്ല. മുകളിലേക്കൊന്ന് ബെല്ലടിച്ച് നോക്കട്ടെ. പഠിച്ചോനെ, നവാസും ഷമ്മാസും എല്ലാവരും ഉറക്കത്തിൽപ്പെട്ട് കിടക്കുക. എനിക്കറിയണില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴതാ വാതിൽ തുറന്നുകൊണ്ട് നുസി വരുന്നു. ഉമ്മ, നേരം വൈകിയോ? ഉമ്മ, മോളെ, ഞാൻ വിചാരിച്ചു പഠിച്ച റബ്ബേ ഇതെന്താ ആരും അറിഞ്ഞിട്ടില്ലേന്ന്. ഉമ്മ, ഞാൻ നിസ്കരിച്ച് വന്ന് ഉമ്മക്ക് ചായയൊക്കെ ഉണ്ടാക്കി വന്നതിൻ്റെ ശേഷം ഇങ്ങോട്ട് പോകുന്നത്. ചായ കടിയും അപ്പോൾ വേഗം ഉണ്ടാക്കി വെച്ചു. പൊന്നു മോളെ, എന്നെ വിളിച്ചൂടിന്. എന്തിനുമ്മ? നിങ്ങളവിടെ കിടക്കുകയാണ്. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് കിടന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം പിന്നെ ഞാൻ 1-2 വിളി വിളിച്ചു. ഇനിയും വിളിക്കുന്നത് ശരിയല്ല വെച്ചിട്ട് ചായക്ക് അവിടെ വെച്ച് പോന്നാ. പൊന്നു മോളെ, അതന്നെ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ കിടന്നതായിരുന്നേ. എന്തെങ്കിലും കുറച്ച് ഖുർആൻ ഓതട്ടെന്ന് കണ്ട് വിചാരിച്ച് ഖുർആൻ ഇങ്ങോട്ട് കൈ പിടിച്ചപ്പോൾ ഇങ്ങോട്ട് ഉറക്ക് വന്നിട്ട് റബ്ബേ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അതാണ് മേശമൊക്കെ എടുത്ത് വെച്ച് ആ ഒരു നിസ്കാരപ്പായി കിടന്നുകൊണ്ട് ഉറങ്ങി. പിന്നെ ഇപ്പം എന്താ കാട്ടുക? ഉമ്മ, ചായയൊക്കെ തണുത്തില്ലേ? ഞാൻ ചൂടാക്കി കൊണ്ട്. വേണ്ട മോളെ, ആക്കെ മതി. അല്ലമ്മ, ഒന്ന് ചൂടാക്കി തണുത്തിട്ടുണ്ടാവോ? എവിടെ ഷാമോന്? ഷാമോനൊക്കെ വന്നിട്ടില്ല. പള്ളിയിൽ പോയിട്ട് പിന്നെ വന്നിട്ടില്ല. ഞാൻ കുറച്ച് വൈകുന്നു പറഞ്ഞിരുന്നു. അത് ശരി. നവാസും ഫൈസലൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഇറങ്ങി വന്നു. ഉമ്മ, നല്ല ഉറക്കമായിരുന്നു. മക്കളെങ്ങൾ നിസ്കരിച്ചിക്കണോ? അതെനിക്ക് ആദ്യം അറിഞ്ഞാൽ മതി. പിന്നെന്താ ഉമ്മ? പള്ളിയിലൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇവിടെ ഒന്ന് കിടന്നത്. പക്ഷേ ഷാമോൻ വന്നിട്ടില്ലായിരുന്നു. ഓൻ അവിടെ തന്നെ നിന്നു. പള്ളിയിൽ എന്തോ അത്യാവശ്യമായിട്ട് ഉസ്താദിനോട് പറയാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടായിരിക്കും എൻ്റെ നുസി പാവം അവിടെ പോയി ആ റൂമിൽ പോയത്. അല്ലെങ്കിൽ അവളങ്ങനെ കിടക്കൂല. അവൾ ചൂലെടുത്ത് മുറ്റടിക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ നുസിയെ, ഇവിടെ വന്നാ. എന്തുമ്മ? ഇനി ചായയുടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ജമീൽ താത്ത വരട്ടെ, ഇവിടെ അടിച്ചു വരിക്കോളൂ. അല്ല ഉമ്മ, അതിനെന്താ? നമ്മൾ ഫ്രണ്ട് ഭാഗങ്ങളൊന്നും അടിക്കാൻ ഞാൻ പറ്റില്ലല്ലോ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഫോണ് വന്നു, അപ്പം അങ്ങോട്ട് പോയതായിരുന്നു. മോളെ അവിടേക്ക്. അപ്പോഴേക്കും നുസൈബ അതാ ചായയും കടിയുമെല്ലാം അതാ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നു. നവാസും ഫൈസലും മക്കളുമെല്ലാം ഇരിക്കുന്നു. ഷമ്മാസ്കയെ കാണാനില്ലല്ലോ, എന്തു പറ്റിയത്? മോളെ, ഒന്ന് വിളിച്ചോക്ക് ഷാമോനെ. ഉമ്മ, നോക്കട്ടെ. ഷമ്മാസിൻ്റെ ഫോണിലേക്ക് അതാ നുസൈബ് വിളിക്കുന്നു. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. എന്തൊക്കെ എടുക്കാത്തത്? ഹലോ, എവിടെ നിങ്ങൾ? ചായ കുടിക്കണ്ടേ? നിങ്ങൾ കുടിച്ചോളൂ, ഞാൻ അപ്പോൾ വരാം കേട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ടേ ഒരാളെ ഒന്ന് കണ്ട് സംസാരിക്കാണ്ട്, അതുകൊണ്ടാണ്. അല്ലെന്നാൽ ചായ കുടിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. വരാം, നിങ്ങൾ കഴിച്ചോളൂ. അവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും കൊടുക്കും മോളെ. ഉമ്മ,
കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നാൽ മക്കളെ നിങ്ങൾ കുടിച്ചോളി. എല്ലാവരും പറഞ്ഞു ഷാമോ വരട്ടെ, അല്ല എന്താ ഒരുമിച്ച് കഴിക്കാം. എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റു. മക്കളെ ഭക്ഷണത്തിന് മുമ്പൊന്നും എഴുന്നേൽക്കാൻ പാടില്ല, അവിടെ ഇരുന്നോളൂ, ഞാൻ ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ. ഉമ്മ അതാ ഫോൺ ചെയ്യുന്നു. മോനെ ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടിയൊന്ന് വന്ന് ചാടിച്ച് പോയിക്കാണി. ഇത് ഈ ഇല്ലാതെ മറ്റാരും കുടിക്കണില്ല, എന്തപ്പോൾ ചെയ്യുക? ഉമ്മ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാം. മോനെ കുടിച്ചിട്ട് പോയിക്കോ, ഒരു 10 മിനിറ്റല്ലേ, വന്ന് പോയിക്ക് വേഗമൊന്ന്. ഉമ്മയുടെ നിർദ്ദേശം കേട്ട് ഷമ്മാസ് അതാ പെട്ടെന്ന് വരുന്നു. അവൻ എത്തിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും നല്ല റാഹത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നു. ആദിയുടെ മക്കളും ഒക്കെയുണ്ട്. എല്ലാവരും അതാ ചായ കുടിക്കുന്നു. ഷാമാൻ കൂടി വന്നപ്പോൾ സന്തോഷമായി. ഉമ്മ ദുആ ചെയ്തു. പടച്ച റബ്ബേ, ഈ ഒരു കാഴ്ച കാണുമ്പോൾ എത്ര സന്തോഷം മനസ്സിക്ക്. അല്ലാഹ് എന്നൊരു സ്നേഹം നിലനിർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പഠിച്ചോനെ. അള്ളാഹുവേ. ഉമ്മ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് ശരിക്കും ഫൈസൽ കണ്ടു. ഫൈസൽ ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായൊന്ന് നോക്കി. ഫൈസൽ തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ അപ്പോഴൊക്കെ ഓർമ്മ വന്നു. പാവം, എൻ്റെ ഉമ്മയുടെ എത്രയോ തർക്കുത്തരം പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പകരമായിട്ട് ഉമ്മക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യണം, എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിലും സന്തോഷമുണ്ടാവുകയുള്ളൂ. എല്ലാവരും കൂടി ചായ കുടിക്കുന്നതിനിടയിൽ ഉമ്മ വിഷയം അവതരിപ്പിക്കുന്നു. മക്കളെ, എന്തോ ഉമ്മ, എന്താ ഉമ്മക്ക് എന്തോ സ്പെഷ്യലായിട്ട് പറയാണ്ട് തോന്നുന്നുണ്ട്, അതാണ് അങ്ങനൊരു വിളി. മക്കളെ, ആരും എങ്ങോട്ടൊന്നും പോവല്ലിട്ടോ, പ്രധാനപ്പെട്ടൊരു സ്ഥലത്തേക്ക് നമുക്ക് പോവാണ്ട്. ഉമ്മ എങ്ങോട്ട് എന്നുള്ള രീതിയിൽ അതാ ഷമ്മാസ്, ഫൈസൽ എന്നിവർ ചോദിക്കുന്നു. നവാസിന് ഏറെക്കുറെ കാര്യം അറിയാമായിരുന്നു. ഒന്നുമല്ല, നവാസിന് നമ്മളൊരു പെണ്ണ് കണ്ടുവച്ചേക്കണേ, അതിനൊന്ന് പോയി കണ്ടുവരാം. അതാണ്ട് നമുക്ക് ഉറപ്പിക്കാം, നിശ്ചയിക്കാം. അപ്പം നിങ്ങളൊക്കെ ഒന്ന് മാണ്ടിരല്ലോ, എന്നിട്ട് നമുക്ക് പെട്ടെന്നുണ്ട് നിക്കാഹ് അയച്ച് കൊണ്ടുവരിക. നിങ്ങൾ ഇഷ്ടം പോലെ എന്താ വേണ്ടിച്ച് ചെയ്യാം. ഫൈസൽ ചോദിച്ചു. ഉമ്മ, അത് മറ്റേ കേസ് ഒഴിവാക്കാതെ. പൊന്നു മോനെ, കേസ് നമ്മളത് ഒഴിവാക്കാൻ വേണ്ടി പലവട്ടം അവരെ സമീപിച്ചപ്പോൾ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പിന്നെ ഓളെ കിട്ടൂല, ഓള് പലയിടത്തും ആയിരിക്കും. ഉമ്മ, പ്രശ്നമാവില്ലല്ലോ. പ്രശ്നമായാലെന്താ, അപ്പം അതിനനുസരിച്ച് നഷ്ടപരിഹാരമാണ് കൊടുക്കേണ്ടി വരും, അല്ലാതെ ഇപ്പം എന്താ. ഓളാണെങ്കിൽ ഓൻ്റെ അടുത്തേക്ക് വരണമില്ല, കുട്ടികളെ നോക്കണമില്ല, ഒക്കെപ്പാടൊരു കഥ. പിന്നെ ഇപ്പം എന്ത് ചെയ്യുക? ഓനെക്കൊണ്ട് പെണ്ണെട്ടിപ്പിക്കാൻ ഞാൻ പറ്റുമോ? നവാസ് ഒന്നും മിണ്ടിയില്ല. ഇക്കാക്ക് സമ്മതാണെങ്കിൽ ഓക്കെ അല്ലേ? ഇക്ക, നിങ്ങൾക്കൊന്നും എതിരഭിപ്രായം ഇല്ലല്ലോ? നവാസ് കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. അപ്പം പിന്നെ എന്തായാലും ഓക്കെയാണ്. എന്നാൽ ശരി ഉമ്മ, ഞങ്ങൾക്കത് കഴിഞ്ഞിട്ടേ പോകണുള്ളൂ. ഫൈസലിൻ്റെ മറുപടി. സാജിയും പറഞ്ഞു. ഉമ്മ, അതെന്നെ, അത് ഞമ്മക്കിന്ന് പോവലേ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി എല്ലാവരും പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു മുമ്പായിട്ട് നുസൈബയുടെ വീട്ടിലേക്ക് ഷമ്മാസിനെയും നുസൈബയെയും ഉമ്മ ഒന്ന് പറഞ്ഞയക്കുവാനും വിചാരിക്കുന്നുണ്ട്. അവിടേക്കുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുവാനുണ്ട്. മക്കളെ, നുസിയെ, ഉമ്മാൻ്റെ കുട്ടി വേഗം കുളിച്ച് മാറ്റിക്കോളി. ചെല്ലി. ഉമ്മ ഇപ്പോൾ തന്നെ എങ്ങോട്ട്? അല്ല, വീട്ടിലേക്കൊന്ന് പോയരാ, അതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ വരാൻ നേരമില്ല, ഇൻഷാ അല്ലാ ഞങ്ങൾ പിന്നെ പോയിക്കൊണ്ട്. ഉമ്മാൻ്റെ കുട്ടി വേഗം മാറ്റിക്കാണി. ഉമ്മ, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ അടിച്ചു വരെ തുടച്ചിട്ട്. പൊന്നാര നുസൈബ മാറ്റാനാ പറഞ്ഞത്, പോ അവിടുന്ന്. ഉമ്മ പാത്രങ്ങളെല്ലാം അത് അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് നുസൈബാക്ക് സഹിച്ചില്ല. ഉമ്മ, എന്താ ഉമ്മ, ഞാൻ കൊണ്ടുവച്ച് ഞാൻ കഴുകിയിട്ടൊക്കെ പോകാം. അല്ല മോളെ, നമുക്ക് ഉച്ചൻ്റെ മുമ്പായിട്ട് അങ്ങോട്ട് എത്തണം, അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ അവിടെ നിന്ന് പോരി. പൊന്നാരൊരു പെണ്ണേ, ഇതൊക്കെ അവിടെ വെക്ക്, അതിപ്പോൾ വന്നോളൂ. ജമീൽ താത്ത ഇപ്പോൾ വരും, നിങ്ങൾ വിഷമിക്കല്ലേ. ഉമ്മ ഫോണെടുത്ത് ജമീൽ താത്തയെ വിളിക്കുന്നു. വേണ്ട ഉമ്മ, അപ്പോൾ വിളിക്കണ്ട. ഹലോ ജമീല? തന്നെ, ആയിക്കോട്ടെ. ഓക്കെ ഓശെ. എന്നാൽ വേഗം വാട്ടോ. ഓളെ പേരക്കുട്ടിനെ ഒന്ന് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോയതാണ്, ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒന്നും നോക്കണ്ട, ചായം കടി ഉണ്ടാക്കൽ കഴിഞ്ഞില്ലേ, കുടിയും കഴിഞ്ഞില്ലേ, മതി. പള്ളിക്കുള്ളതാക്കിയില്ലേ, ഇനി വേഗം പോവുക. ഉമ്മ, കുട്ടിയൊക്കെ കുറച്ച് കഞ്ഞി. എൻ്റെ പൊന്നാര പെണ്ണേ, അതൊക്കെ ഞാൻ വെച്ചുകൊണ്ട് ഈ പൊയ്ക്കോ. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അതാ നുസൈബയും ഷമ്മാസും അവളുടെ വീട്ടിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ ആ വീടും അകമൊക്കെ അങ്ങനെ കിടക്കുന്നേ കണ്ടിട്ട് അവൾക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. എൻ്റെ റബ്ബേ, ഇങ്ങനെ ആയാലും എങ്ങനെ ഇവിടുന്ന് ഇട്ട് പോവുക? എനിക്കുമ്മ കഴിയണില്ല. പൊന്നു മുള നോക്കണ്ട, തിരിഞ്ഞു നോക്കാതെ പോയിക്കോ. ഉമ്മ അവളുടെ കൈകളിൽ ഏൽപ്പിച്ച ആ ഒരു പൊതി
ഉമ്മ ഇതൊക്കെ എന്താ? ഇതും എത്ര ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും? പൊന്നു മോളെ, എല്ലാവർക്കും കണക്കിലേറെ വാങ്ങിക്കണ്. അവിടേക്കായിട്ട് എന്താ കുറവാക്കാൻ? പിന്നെ നമ്മളെ ഫസീലാൻ്റെ വീട്ടുകാർക്കും കുറച്ച് കൊടുത്തേക്കണം. ഓളിഞ്ഞിപ്പോൾ അങ്ങനെയൊക്കെ ഇടഞ്ഞ് നിൽക്കുകയാണെങ്കിലും ഓളെ വീട്ടിലേക്കുള്ളതാണ് കൊടുത്തേക്കാൻ ഞാൻ പറ്റൂല. വയസ്സായ ഉമ്മ ഇപ്പം ഇല്ലോൾക്ക് അവിടേക്കുള്ളതാണ് കൊടുത്തേക്കണം. പറ്റുന്നുണ്ട് എൻ്റെ കുട്ടികളെല്ലാം ഒന്ന് പോയിരുന്നാൽ പിന്നെ വേറൊരു പോക്കിന് നിൽക്കണ്ടല്ലോ. ഇനിയിപ്പോൾ തിരക്കൊക്കെ ആയിരിക്കും. ഇതാ അവിടേക്കുള്ളത് എന്ന് പറഞ്ഞ് ഉമ്മ ആ ഒരു പൊതി അവരെ ഏൽപ്പിക്കുന്നു. ഷമ്മാസ് അവരുടെ മുഖത്തേക്ക് നോക്കി, ഉമ്മ ഇതുമായിട്ട് ഞാനങ്ങ് ചെന്നാൽ അവർ ഇല്ല മോനെ, തറവാട്ട് കൊടുത്താൽ മതി, ആങ്ങളുടെ വീട്ടിലേക്കൊന്നും പോകണ്ട, അത് പിന്നെ ഓലെ ഇഷ്ടം പോലെ കൊടുത്തോട്ടെ. ഓള് നിൽക്കണ അവിടെ അല്ലേ, ഇവിടെ ആരുമില്ലല്ലോ, ആ പാവപ്പെട്ട ഉമ്മയും ഉപ്പയല്ലേ. ഷമ്മാസും നുസൈബയും അതാ വീട്ടിൽ നിന്നിറങ്ങി വാഹനത്തിൽ കയറി. നുസൈബ ഷമ്മാസിനോട് പറഞ്ഞു, ഇക്ക. ആ എന്തടി? അതെ, നമുക്കിന്ന് ആദ്യം ഫസീലത്തയുടെ തറവാട്ടിൽ പോയാലോ? അതായിരിക്കും നല്ലത്. മോളെ, അതാണോ നല്ലത്? ആ അതായിരിക്കും. പിന്നെ അവിടേക്കും വല്യമ്മക്കുള്ളതും അവിടത്തേലും ഉമ്മ വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതാ നേരെ ഫസീലയുടെ തറവാട്ടിലേക്കാണ് ഷമ്മാസും നുസൈബയും പോയത്. ദൂരെ നിന്ന് കാർ കണ്ട നുസൈബയും ഷമ്മാസിനെയും പെട്ടെന്ന് തന്നെ അവർക്ക് തിരിച്ചറിഞ്ഞോ എന്തോ. ആരാടേ വരുന്നത്? വീട്ടിൽ കാറ് കയറുന്നുണ്ടല്ലോ. ഉപ്പയുടെ ആ ഒരു നോക്കട്ടെ. പടച്ചോനെ, നമ്മളെ പെണ്ണിൻ്റെ ഇളച്ചനൊക്കെ ഉള്ള വരുന്നത്. നുസൈബയും ഷമ്മാസും തന്നെ. പഠിച്ചോനോട് കയറിയിരിക്കാൻ പറയും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാ, ഉംറയൊക്കെ കഴിഞ്ഞ് വരികയാണല്ലോ അല്ലേ? നുസൈബയുടെ കൈകളിലും മുഖത്തും മുത്തി മണത്തു അവളുടെ ഉമ്മ. ഉപ്പ ഷമ്മാസിനെയും, മക്കളെ റാഹത്തായില്ലേ? ആ ദുആ ചെയ്തില്ലങ്ങളൊക്കെ? പഠിച്ച റബ്ബേ, ഓ വല്ലാത്തൊരു കഅബ ഷരീഫ് കണ്ടു വരികയാണല്ലേ നിങ്ങൾ. ഇതമ്മ, ഇത് സംസം വെള്ളം, കുറച്ച് ഈത്തപ്പഴം, കുറച്ച് മിഠായി, ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. ഇതാ ഇത് കുട്ടിയാക്കോ അരക്കച്ചത് കൊടുത്തോളിതാ. പഠിച്ചോനെ അല്ലാ, ഞാൻ വിചാരിച്ചു മോളെ, പൊന്നു മോളെ, നിങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയൂലെന്ന്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു നിങ്ങളെ ഉമ്മാനെ. എന്താ ചെയ്യുക, എൻ്റെ മോള് കാട്ടിയ ഓരോ അപരാധങ്ങൾ കൊണ്ട് സ്നേഹമുള്ള കുടുംബത്തിനൊക്കെ നഷ്ടപ്പെട്ടു. നമുക്ക് സാരില്ല. ഞാൻ അങ്ങനെ വിചാരിക്കണം പഠിച്ചോനെ, ഒന്നും അവരോട് കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ. പൊന്നു മോളെ, നിങ്ങൾ വരുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ നല്ല മനുഷ്യന്മാരാണ്. ഇത് നമുക്ക് നന്നായിട്ടറിയല്ലോ. നമ്മുടെ മോളെടുത്ത് വന്ന പിഴവാണ് എല്ലാത്തിനും കാരണം. സാറില്ലമ്മ, നിങ്ങൾ കരയില്ലേ. പഠിച്ചവനോട് ദുആ ചെയ്യുക. പഠിച്ചവനോട് ദുആ ചെയ്തിട്ട് സ്വഭാവമൊക്കെ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യുക. എടി എന്തൊക്കെ തന്നെയായാലും ഇനിയിപ്പോൾ എൻ്റെ നവാസ് ഓളെടുക്കും തോന്നുന്നില്ല. പൊന്നു മോളെ, ഞാൻ എൻ്റെ മോളായതുകൊണ്ട് പറയല്ല. ഇപ്പം എൻ്റെ ഫസീല വേറെ ഏതൊക്കെ ചങ്ങായിമാരോ, ഏതൊരു ചങ്ങായിൻ്റെ പേരെന്നോ, ഓൻ്റെ പെണ്ണ് കാണു, ഓൻ്റെ പെണ്ണ് ഓനെ നിൽക്കാൻ നിൽക്കണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ട് നവാസിനെ ഡൈവേഴ്സ് ചെയ്യാൻ നിൽക്കുകയാണ്, ഓളന്നെ ഒരുങ്ങണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറേ കരഞ്ഞിക്കണം മോളെ കേട്ടിട്ട്. ആ പിഞ്ചു മക്കളെ ഒഴിവാക്കിയിട്ട് എന്തിനാ ഓളി പണിക്ക് നിൽക്കണേ വിചാരിച്ചിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് മോളെ, നിങ്ങളെ കുടുംബത്തെ ഒഴിവാക്കണില്ല. നുസൈബക്കും ഷമ്മാസിനും ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അതെ, ഇന്ന് തൻ്റെ ജ്യേഷ്ഠന് മറ്റൊരു പെണ്ണിനെ കാണാൻ പോകുകയാണ് എന്നുള്ള വിവരവും പറഞ്ഞില്ല. അഥവാ പറഞ്ഞാലോ? അല്ലെങ്കിൽ പറയാം. കാരണം ആ വയസ്സായ മാതാപിതാക്കളെ അവർ വിഷമിപ്പിക്കേണ്ട. പിന്നെ ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഷമ്മാസ് പറയുന്നു. എന്തേ? അല്ല ഒന്നുമല്ല, ഞങ്ങളെ ജ്യേഷ്ഠനാണെങ്കിൽ ഇപ്പോൾ 2 മക്കളെയും കൊണ്ട് ആകെ ബുദ്ധിമുട്ടായി. ഇങ്ങനെ ഒരു പെണ്ണില്ലാത്ത ജീവിതം ഭയങ്കര കഷ്ടത്തിലാണ്. ശരിയാണ്, ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടുണ്ടാവും. തള്ള ഇതല്ലേ കുട്ടികളെ, ഓളെ സ്വഭാവം നന്നാക്കാൻ ഞാൻ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യം? ഒന്നൊരു കാര്യമില്ല. സാരമില്ല, ഞാൻ പറയാണ്, എൻ്റെ മോനെപ്പോലെ എനിക്ക് നവാസിൽ, എൻ്റെ നവാസ് ഇപ്പോഴും എനിക്ക് എൻ്റെ മരുമകന് അല്ല മോൻ്റെ ഇതിലാണ് ഞാൻ ഓനെ കണ്ടത്. ഓനോട് എപ്പോഴെങ്കിലും നിന്ന് വരാൻ പറയണ്ടിട്ടോ. ഓളെ ഒഴിവാക്കിയാലും എനിക്ക് എൻ്റെ മരുമകൻ തന്നെയാണ് എൻ്റെ നവാസ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം, നിങ്ങളിനിപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഒരു പെണ്ണില്ലാതെ കഴിയൂല നവാസിന്. നിങ്ങൾ നോക്കിക്കോളി വേറെ ഏതെങ്കിലും പെണ്ണിനെ. ആ കുട്ടികളെ കഷ്ടപ്പെടുത്തരുതല്ലോ. ആരെപ്പോൾ എന്നും കിട്ടുക അതിനൊക്കെ? മറ്റോള് നോക്കായിട്ടല്ലേ. പിന്നെയെന്ന് വെച്ചാൽ കുട്ടി പഠിക്കാൻ പോണ കുട്ടിയല്ലേ, ഉമ്മാക്ക് കഴിയൂലല്ലോ മക്കളെ നോക്കാനൊക്കെ. എനിക്കും കഴിയൂല. അപ്പം ഞാൻ പറയാണ്, നവാസിനെ കൊണ്ട് നിങ്ങൾ വേറൊരു പെണ്ണ് നോക്കിക്കോളി, അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.
ഉപ്പയും പറഞ്ഞു, അതെ, ഓൾ അങ്ങനെയൊക്കെ കാട്ടിപ്പോയ സ്ഥിതിക്ക് നവാസ് വരെ കല്യാണം കഴിച്ചോട്ടെ, അല്ലാതെ ഓളെ മനസ്സിൽ വെച്ച് നിന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഓള് വരും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. എങ്ങനെ വെച്ചാൽ അത് നിങ്ങൾ നോക്കിക്കോളി, കുഴപ്പമില്ല. നമ്മളെ പ്രാർത്ഥന ഉണ്ടാവും, ഹയറാകട്ടെ. എൻ്റെ പേരക്കുട്ടികളെ നോക്കണൊരു പെണ്ണായി കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. എൻ്റെ കുട്ടികൾ അനാഥമാവാൻ പാടില്ല, കടുപ്പം കാട്ടാൻ പാടില്ല. തള്ളക്ക് ഏതായാലും സ്നേഹമില്ല, നഞ്ഞി വരുന്നൊരു പെണ്ണിനെങ്കിലും നല്ലൊരു പെണ്ണായി കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യ്. ശരിക്കും പറഞ്ഞാൽ നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, മോളെ, അത്രക്കും മനസ്സ് വേദനിച്ചിട്ടാണ് നിങ്ങൾ പറയണത്. ഞങ്ങളെ മോളെ ഓരോ സ്വഭാവം എന്ത് ചെയ്യുക. നിങ്ങൾ ഓനെക്കൊണ്ട് കല്യാണം നോക്കിക്കോളി മക്കളെ. എന്നാലേ മോനെ, ഷാമോനെ, ഉമ്മാനെ കുട്ടി ഇവിടെ വന്നാണ്. എന്തോ ഉമ്മ, നിങ്ങൾ ഉമ്മാനോടൊന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ. ഓനെക്കൊണ്ട് വേറൊരു പെണ്ണ് കെട്ടിക്കണം, ആ കുട്ടികളെ ഇടങ്ങാറാവരുത്. മക്കളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണിനെ കിട്ടട്ടെ. സൗന്ദര്യം നോക്കണ്ട മക്കളെ. എൻ്റെ ഫസീല കുറച്ച് സൗന്ദര്യമൊക്കെ ഏറെയായിരുന്നു. അഹങ്കാരം കൂടും. ഒരു പാകത്തിന് ഒരു പാവപ്പെട്ട രീതിയിലുള്ള മതി. അങ്ങനത്തെ ഒരു ദയയും കാരുണ്യമൊക്കെ ഉണ്ടാവുള്ളൂ. മക്കളെ പോലെ ചായ എടുക്കാം. അല്ലമ്മ, അതൊന്നും വേണ്ട. ഞങ്ങളിനിപ്പോൾ ഇവളെ വീട്ടിലൊന്ന് പോയി വരണം. മോനെ, ഈയൊക്കെ നല്ലൊരു മോനാണ്. ഈ കുട്ടിയൊക്കെ എന്തൊരു നല്ല പെൺകുട്ടിയാണ്. എൻ്റെയൊക്കെ ഭാഗ്യമാണ്. നിങ്ങൾക്ക് രണ്ടാക്കും പഠിച്ചോ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. പോലെ മക്കളെ, ഒരു അര ഗ്ലാസ് ചായൻ്റെ വെള്ളം കുടിച്ചിട്ട് ഇങ്ങ് പോവാം. ഉമ്മ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോയി അടുക്കളയിലേക്ക് എത്തി. ഉമ്മ, വേണ്ട ഉമ്മ, നിങ്ങൾക്ക് അത്ര പൊറുതിയേടാണെങ്കിൽ ഇതാ ഞാൻ ഉണ്ടാക്കിക്കോളാം. നുസൈബ അവിടെയും അടുക്കളയിൽ അതാ ചായ വെച്ചു. അതിൽ ആ ഉപ്പാക്കും ഉമ്മാക്കും ഷമ്മാസിനും ഓരോ ഗ്ലാസ് ചായ കൊണ്ടുവന്നു. മോളെ, ഇപ്പോൾ മോള് ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരുന്ന അവസ്ഥയായല്ലോ. അല്ലുമ്മ, കുഴപ്പമില്ല, നിങ്ങൾ കുടിച്ചോളി. ഉപ്പ ഇതാ കുടിച്ചോളി. പഠിച്ചോനെ, അല്ലാ, ഇതൊരു പെൺകുട്ടിയാണല്ലോ. സന്തോഷത്തോടെ അവരെല്ലാവരും ചായ കുടിച്ചു. ആ ഗ്ലാസ്സെല്ലാം അവൾ തന്നെ വാങ്ങി കഴുകി വെച്ചു. ഉമ്മ, നിങ്ങൾ വരണ്ട, അവിടെ ഇരുന്നോളി. മോളെ, എന്താ ചെയ്യുക, ചെറിയോനെ കൊണ്ടൊന്ന് പെണ്ണിട്ടിപ്പിക്കണം, എന്നാലേ ഇപ്പം ശരിയാവുള്ളൂ. മറ്റേത് മൂത്തോളോല് വേഗം പോയി. ഇനിയിപ്പോൾ ഇവനെ ചെറിയോനെ കൊണ്ടൊന്നേ കെട്ടിച്ചാലേ പഠിച്ചോനെ നല്ലൊരു പെൺകുട്ടിനെ കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ ശരിയാവും ഉമ്മ, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ അവർ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഞങ്ങൾ പോട്ടിട്ടിരുന്നാൽ മോളെ, എന്നാൽ ഞാൻ പറഞ്ഞ കാര്യം ഉമ്മാനോടൊന്ന് പറഞ്ഞോളി. അല്ലാതെ എത്ര ചിട്ടാ ആ ഒരു ആണൊരുത്തൻ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക. ആയിക്കോട്ടെ അമ്മ, ഇൻഷാ അല്ലാ. നുസൈബിയും ഷമ്മാസും വാഹനത്തിൽ കയറി. ഓ പഠിച്ചോനെ, പഠിച്ചോനായിട്ടാണ് നമ്മൾ ഇവിടേക്ക് ആദ്യം എത്തിച്ചത്. ഒന്ന് വിചാരിച്ചിട്ടല്ല പോരുന്നത്. പറഞ്ഞിട്ടില്ലേ, ആ ഉമ്മയും ഉപ്പയും ഓനെക്കൊണ്ട് വേറെ പെണ്ണിട്ടിക്കപ്പോൾ സമാധാനമായല്ലോ. മറ്റത് നമ്മൾ അറിയാതെ പെണ്ണ് കെട്ടി അങ്ങനത്തതൊക്കെ ആ ഒരു ഇതൊന്നും വരൂലല്ലോ. അതേടി, പഠിച്ചോ നമ്മളെ കൂടെയുണ്ട്, അല്ലെങ്കിൽ സത്യത്തിൻ്റെ കൂടെയല്ലേ അള്ളാഹു ഉണ്ടാവുക. അങ്ങനെ അതാ അവർ നേരെ നുസൈബയുടെ വീട് ലക്ഷ്യമാക്കി പോകുന്നു. എടി, വേറൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, വാ നമുക്ക് അവിടെ ഒന്ന്. വേണ്ട വേണ്ട, പഠിച്ചോനെ, ഉമ്മ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉമ്മ വാങ്ങി കൊടുത്തു വെച്ചിക്കണ്. അതെന്നെ എമ്പാടും. ഉമ്മ, അളിയനും ഇത്തിയും വന്നിട്ടുണ്ട്. കുട്ടികളുടെ ശബ്ദം കേട്ട് അവർ ഓടിയെത്തി. പഠിച്ചോനെ, എവിടെ അല്ല ഇത്ര പെട്ടെന്ന് എത്തിയോ? ഞങ്ങളൊന്ന് ഉച്ചൻ്റെ ശേഷം വരണം വിചാരിച്ച് നിൽക്കുകയായിരുന്നു മക്കളെ. എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ തന്നെ ഉമ്ര കഴിഞ്ഞ്? അതിനെന്താ ഉമ്മ. ഉമ്മയും ഉപ്പയുമൊക്കെ മക്കളെ അതാ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. ഇതെന്താ മക്കളെ, ഇത് അവിടുന്ന് ഗൾഫ് ഉമ്മ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നാൽ ഞങ്ങൾ നോക്കിയിട്ടില്ല എന്താന്നുള്ളത്. നുസൈബിയും പറഞ്ഞു, ഞാനും നോക്കിയിട്ടില്ല, എന്തോ ഉമ്മ എനിക്ക് തന്ന പാക്കാണിത്. മക്കൾ ആകാംക്ഷയോടെ അത് പൊളിക്കുന്നു. അതാ അതിൽ സംസം വെള്ളവും വെറൈറ്റി ഐറ്റംസിലുള്ള ഈത്തപ്പഴങ്ങളും കാര്യങ്ങളും ചോക്ലേറ്റ്സും മിഠായി. അതിലൊരു പൊതി തുറന്നപ്പോൾ മക്കൾക്കുള്ള മാലകളും വളകളും അങ്ങനെ കുറേ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ. ഉപ്പാക്കും തന്നെ ഉമ്മാക്കും എല്ലാം സ്പെഷ്യലായിട്ട് പർദ്ദയും ഡ്രസ്സും മക്കൾക്കും എല്ലാം ഉണ്ട്. ശരിക്കും നുസൈബ അത്ഭുതപ്പെടുകയാണ്. പടച്ച റബ്ബേ, ഇതൊക്കെ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിലുമ്മ പറഞ്ഞു, മോളെ, നിന്നെക്കാളും കാര്യം ഉള്ളത് നിങ്ങളെ ഉമ്മാക്കാണ്. ആദ്യം ഉമ്മ ഇവിടെ വരുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, ഉമ്മാക്ക് അറിയാലോ. ശരിക്കും ആ ഒരു വീട്ടിൽ നല്ല അറബിക് സുഗന്ധം പരന്നു. ഉമ്മ അതിൽ സ്പെഷ്യലായിട്ട് വെച്ചിട്ടുള്ള അത്തറുകളുടെ സ്മെല്ലായിരുന്നു അത്. മക്കളെ, ചായ കുടിക്കുക, അവിടെ ഇരിക്കി. ഉമ്മ, ഞങ്ങളിപ്പോൾ ഫസീലാത്തന്നെ വീട്ടിൽ പോയി. അവിടെ പോയോ മക്കളെ നിങ്ങളെ? പഠിച്ചോനെ, നന്നായി വന്നെങ്കിലല്ലേ. ഉമ്മ, ഞങ്ങൾ വേറൊരു കല്യാണം നോക്കുന്നുണ്ട്.
അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് എന്തായാലും പോകണമെന്നാണ് പറഞ്ഞ് രാവിലെ. അപ്പോൾ സമയം ഇപ്പം തന്നെ 9:10 മണിയായി. എങ്ങനെ ഇനിയിപ്പോൾ പോകുക അറിയില്ല. രാവിലെ ഉച്ചൻ്റെ മുമ്പ് പോകണമെന്നാണ് പറഞ്ഞത്. അധികം നിൽക്കാനൊന്നും സമയമില്ല, ഞങ്ങളെന്നാൽ പിന്നെ വരട്ടോ മക്കളെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം മക്കളെ. അല്ലുമ്മ അങ്ങോട്ട് 10:30 ആകുമ്പോഴത്തേനും ഇറങ്ങണമെന്ന് പറഞ്ഞതാണ്. എന്നാൽ ഞങ്ങൾ പോട്ടെട്ടോ ഉപ്പ. എന്നാൽ ശരി. അല്ലാ, ഉമ്മയും ഉപ്പയും മനസ്സറിഞ്ഞ് ദുആ ചെയ്തു. റഹ്മാനെ, എൻ്റെ കുട്ടിൻ്റെ ഒരു ഭാഗ്യം. എൻ്റെ കുട്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും റഹ്മാനെ, അല്ലാ നീയാണ് കാരുണ്യവാൻ, നീയാണ് കരുണാനിധിയായ റബ്ബ്. പഠിച്ചോനെ, എത്ര പെട്ടെന്ന് എൻ്റെ കുട്ടിയുടെ ജീവിതം മാറി മറിഞ്ഞത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഉമ്മ ഉപ്പ അസ്സലാമു അലൈക്കും, നിങ്ങൾ പോട്ടെ. വലൈക്കും അസ്സലാം മക്കളെ. അല്ലാ. നുസൈബ ആ ഒരു ലക്ഷറി കാറിൻ്റെ മുൻപിലിരുന്നു കൊണ്ട് പോകുന്നത് കാണാൻ പ്രത്യേകമായിട്ട് ഒരു ഭംഗി തോന്നി. ഹിജാബ് അണിഞ്ഞ ആ ഒരു സുന്ദരി, ശരിക്കും ഷമ്മാസ്. അവൻ കൊത്ത പെണ്ണ്. അതെ, അവർ രണ്ടുപേരും നല്ലൊരു ഇണക്കുരുവികളായിട്ട് ഉമ്മാക്കും ഉപ്പാക്കും തോന്നി. മാഷാ അല്ലാ. എന്നാൽ മക്കൾ സാധനം കൊണ്ടുവന്നതെല്ലാം നോക്കുന്ന തിരക്കിലായിരുന്നു. പല രീതിയിലുള്ള സാധനങ്ങളും അതിലുണ്ട്. കണ്ടറിഞ്ഞ് തന്നെ ഉമ്മ കൂടുതലായിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. അങ്ങനെ അവരതാ വീട്ടിലേക്ക് പോകുന്നു. ഉമ്മ വിളി തുടങ്ങുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. ആരാണ്? ഉമ്മയാണ്. പഠിച്ചവന് നേരം വൈകിട്ടായിരിക്കും. ഹലോ മോനെ, എവിടെടാ? 10:30 ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് വേഗം വാ പൊന്നെ. കുട്ടി വേഗം വന്നാണേ. ഷമ്മാസദാ ആക്സിലേറ്റർ കൂട്ടുന്നു. വണ്ടി പറക്കുന്ന പോലെ. പഠിച്ചോനെ, നിങ്ങൾ എന്തീ കാണിക്കുന്നത്? എടി, ഉമ്മാൻ്റെ അടുത്ത് വേഗം എത്തണ്ടേ. അങ്ങനെ അത് വളരെ പെട്ടെന്ന് തന്നെ ഷമ്മാസും നുസൈബയും അവിടെ എത്തുന്നു. എത്തിയോ മക്കളെ? അൽഹംദുലില്ലാ. എല്ലാവരും മാറ്റിയൊരുങ്ങിയിരുന്നു. മക്കളെയെല്ലാം നവാസ് തന്നെ കുളിപ്പിച്ചൊരുക്കിയിരുന്നു. നുസൈബ മോൾക്ക് മുടി കെട്ടിക്കൊടുത്ത് ഒന്ന് വൃത്തിയാക്കി കൊടുത്തു. എല്ലാവരും സെറ്റല്ലേ? ഫൈസലേ മോനെ, പോവല്ലേ? അവരുടെ വീട്ടിലെ ആ വലിയ വണ്ടിയായിരുന്നു എടുത്തിരുന്നത്. അല്ലുമ്മ, ഞങ്ങളൊക്കെ പെണ്ണ് കാണാൻ വേണ്ടല്ലോ. മക്കൾ റജിനത്താൻ്റെ വീട്ടിൽ നിന്നാൽ മതി. ഷമ്മാസും ഫൈസലും. പിന്നെ നിശ്ചയത്തിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. അതായിരിക്കും നല്ലത്. അവരുടെ ആ വലിയ വാഹനത്തിൽ ആ ഫാമിലി മുഴുവനായിട്ട് കയറി. എന്നാൽ അവർ പറഞ്ഞ കാര്യം എങ്ങനെയെങ്കിലും അവതരിപ്പിക്കണമെന്നായിരുന്നു നുസൈബയുടെ ആഗ്രഹം. ഉമ്മ, അത് പിന്നെ മക്കളെ പോയി സാധനങ്ങളൊക്കെ കൊടുത്തില്ലേ? ആദ്യം ഞങ്ങൾ പോയത് ഫസീലത്തിയുടെ വീട്ടിലേക്കായിരുന്നു തന്നെ. എന്നിട്ട് നവാസ് അത് ശ്രദ്ധിച്ച് കേട്ടു. അവിടെ പോയപ്പോൾ ആ ഉമ്മാക്ക് ഭയങ്കര സങ്കടം. ഉപ്പാക്കും ഉമ്മ ഇപ്പം പറ, മക്കളെ ഞങ്ങളെ ഒരിക്കലും ഞങ്ങൾ കാണുമെന്ന് വിചാരിച്ചിട്ടില്ല, ഞങ്ങളെ മോളുടെ സ്വഭാവം കൊണ്ട് എന്തപ്പോൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു ഉമ്മ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾ പെട്ടെന്ന് നവാസിനെ കൊണ്ടൊരു കല്യാണം ഉണ്ടാക്കണം, ആ മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല എന്ന്. അത് കേട്ടപ്പോൾ ആ വാഹനത്തിലുള്ള എല്ലാവരും ഒരു നിമിഷം ഞെട്ടി. ഉമ്മ പറഞ്ഞു, തന്നെ? പഠിച്ചോനെ, അല്ലാ, അവർ വരെ അങ്ങനെ പറഞ്ഞു. മോനെ നവാസ്, എൻ്റെ കുട്ടി കേട്ടോ? ഓലെ വീട്ടുകാർ തന്നെ പറഞ്ഞിക്കണടാ വേറെ കല്യാണം കഴിക്കാൻ. ഉമ്മ, അതൊക്കെ ആടാ, അത്രക്കും അവർക്ക് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ. പക്ഷെ മറ്റൊരു മോനെ ഈ അവൻ നോക്കണ്ട. ഓലെ അമ്മയിപ്പൊക്കെ പറഞ്ഞല്ലേ, സമ്മതം എന്നല്ല. പിന്നെ ഇപ്പം എന്താ, ധൈര്യമായിട്ടൊരു പേടിയും പേടിക്കണ്ട. അതിൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ, പിന്നെ അവർ ഡൈവോഴ്സിന് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് നവാസ്കയിൽ നിന്ന് പിരിയാനാണ് അവൾക്ക് ആഗ്രഹം. അതാണ് പറയുന്നത്. ഓളേതേ മറ്റൊരുത്തൻ്റെ കൂടെ അങ്ങനെ നടക്കുക, അങ്ങനെ എന്തൊക്കെ ഓരൊപ്പം പറഞ്ഞു. അവർക്ക് തീരെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ എന്താ, അവളുടെ ഇഷ്ടം പോലെ ഇപ്പം എന്താ പഠിക്കലും ചെറിയൊരു ജോലിയോ എന്തൊക്കെയായിട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. മോനെ, എന്തായാലും വേണ്ടിയില്ല, ഒഴിവാക്കി ഒഴിവാക്കി കൊടുത്താളാ. എന്നാൽ പിന്നെ അതുണ്ടിച്ചിട്ട് നിൽക്കണ്ടല്ലോ ഉമ്മ. നമ്മൾ ഒഴിവാക്കുന്ന പ്രശ്നം വരുമ്പോഴേ അവർക്ക് വലിയ എന്തെങ്കിലുമൊക്കെ ഡിമാൻഡായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക. അവളുടെ ഇഷ്ടപ്പെട്ട ആളെ കൂടെ പോയില്ലേ, അതൊന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല. മക്കളെ, എല്ലാവരും ഹയറാകാൻ വേണ്ടി ദ്വാരക്കി. ഈ മക്കളെ വിചാരിച്ചിട്ട്, ഈ പൊന്നു മക്കളെ വിചാരിച്ചിട്ട് നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യണം. ഉമ്മയുടെ ആഗ്രഹം. റജിനത്ത രാവിലെ തന്നെ വിളിച്ചിരുന്നു. അല്ല, എപ്പോഴാണ് വരുന്നത്? വേഗം പോരിട്ടോ എല്ലാവരും. ഇനിയിപ്പോൾ ആരോട് നിർത്താൻ നിൽക്കണ്ട, എല്ലാവരോടും കൊണ്ട് പോരാൻ പറയും. ഈ സമയം റജിനത്തയുടെ വീട്ടിൽ അവിടെ നല്ല പരിപാടിയായിരുന്നു. സാധാരണത്തെ രീതിയിൽ സൗദയെ ഹെൽപ്പിന് വിളിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം സൗദയെ വിളിച്ചില്ല. കാരണം സൗദയെ വിളിച്ചു കഴിഞ്ഞാൽ
വേണ്ട, പാവാണ്. ഇനി ആ കുട്ടിയെ ഞാൻ പണിക്കൊരിക്കലും വിളിക്കൂല. ആ കുട്ടി നന്നാവട്ടെ. അവളെ കൈകാലുകളൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്ത് പണിയെടുത്ത ആ ഒരു ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം. പക്ഷേ അവളുടെ കയ്യും കാലൊക്കെ ഭയങ്കര ഭംഗിയാണ്, മുഖമൊക്കെ. എത്ര തന്നെ പണിയെടുത്താലും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുന്നില്ല. അപ്പം എടുക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ എത്ര ഭംഗിയായിരിക്കും. ഉച്ചക്കുള്ള ബിരിയാണി അതാ റെജിനളാമ്മ സെറ്റാക്കിയിരിക്കുന്നു. ബീഫ് ബിരിയാണിയാണ് അവിടെ വെച്ചത്. എന്നാൽ പറഞ്ഞിരുന്നു കുറച്ച് ചിക്കൻ മന്തി കൊണ്ടുവരിപ്പിക്കണമെന്ന്. അങ്ങനെ അത് ഓർഡറും ചെയ്തിരുന്നു. ബീഫ് ബിരിയാണി വീട്ടിൽ വെച്ച് സെറ്റായി. ഇവരൊന്നും കാണുന്നില്ലല്ലോ റബ്ബേ. ഒക്കെ സെറ്റായി, കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെജിനളാമ്മ തന്നെ കുറച്ച് പായസവും വെച്ചിരുന്നു. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അവരുടെ മുറ്റത്തേക്ക് അതാ ആ ഒരു വലിയൊരു വാഹനം വരുന്നു. മാഷാ അല്ലാ, അതിൽ നിന്ന് എല്ലാവരും അതാ ഇറങ്ങുന്നു. റെജിനത്ത സന്തോഷിച്ചു. പഠിച്ചോനെ, എല്ലാവരും എത്തിയല്ലോ റബ്ബേ. എല്ലാവരെയും സ്നേഹത്തോടെ അതാ റെജിനളാമ്മ വരവേൽക്കുന്നു. അവരുടെ ആ വീടും ആ പരിസരവും എല്ലാം എല്ലാവർക്കും ഇഷ്ടം പോലെ സ്പേസ് ഉള്ളതായിരുന്നു. കുട്ടികൾക്കൊക്കെ അവിടെ എത്തിയാൽ വളരെയധികം സന്തോഷമാണ്. അവിടെ കണ്ടപ്പോൾ തന്നെ മോൾ ഊഞ്ഞാലയിലേക്കാണ് പോയത്. മക്കളെ, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ആദ്യമേ ആ കൂൾ ഡ്രിങ്ക്സ് റെജിനത്ത എല്ലാവർക്കും വേണ്ടി അതാ പകർന്നു കൊടുക്കുന്നു. ഓഹ്, എല്ലാവരും ആശ്വാസത്തോടെ അത് കുടിച്ചു. മോളെ നുസി, എന്നാ കഴിച്ചോ. എളാമ്മ, ഞാൻ എടുത്തോളാം, അവർ കുടിച്ചോട്ടെ. അവിടെയും അവളുടെ വിനയം, താഴ്മ അവൾ പ്രകടിപ്പിച്ചു. എളാമ്മ, എളാപ്പാ കൊടുത്തോ? ആ, എളാപ്പാക്ക് ഞാൻ കൊടുത്തോളാം. അല്ല, അത് കൊടുക്കണ്ടേ, ഫസ്റ്റ് വേഗം കൊടുത്തോളൂ. മക്കളെ, എനിക്ക് ഇത്ര തണുപ്പൊന്നും വേണ്ട. പെട്ടെന്ന് നുസൈബ അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് അല്പം വെള്ളം ചേർത്ത് മധുരം ഒഴിവാക്കി. അങ്ങനെ ഇത് കുടിച്ചാൽ മതി. ഓ എൻ്റെ പെണ്ണേ, എൻ്റെ മരുവൾക്ക് എൻ്റെ രുചികളൊക്കെ അറിയാമല്ലേ. എത്ര പെട്ടെന്നാണ് നമ്മളത് ശരിയാക്കിയത്. ആ, ഇതാണ് എൻ്റെ തണുപ്പും മധുരം. കൂടുതലാകാൻ പറ്റൂലേ. എന്നാൽ ചോറ് വിളമ്പട്ടെ, കുറച്ചും കൂടെ ഉണ്ട് കഴിഞ്ഞോട്ടെ. ളുഹുർ നിസ്കാരം കഴിഞ്ഞോട്ടെ, എന്നിട്ടുണ്ട് ചോറ് വിളമ്പ. അല്ല മക്കളെ, നമ്മൾ പെണ്ണ് കാണാൻ വന്നിട്ട് ഇവിടെ ചോറും ബിരിയാണിയൊക്കെ തിന്നിരിക്കുകയാണോ? അങ്ങോട്ട് പോകുന്നും വേണ്ടേ? സത്യം പറഞ്ഞാൽ നവാസിന് നാണം തോന്നി. ഞാൻ എങ്ങനെ റബ്ബെ പോവുക, എനിക്കറിയുന്നില്ല. അവളെ മുമ്പിലാണ് ഞാൻ പെടുകയും ചെയ്തു അന്ന് മോനെ എടുക്കാൻ വേണ്ടി വന്നു. ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കഴിയുന്നില്ല അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ. നവാസിന് ആകെ ചമ്മലാകുന്നു. ഫൈസലും ഷമ്മാസും നവാസിൻ്റെ മുഖത്തേക്ക് നോക്കി. പുതുമണവാളനെ വല്ലാത്ത നാണം വരുന്നുണ്ടല്ലോ. അവൻ നാണിച്ച് തല താഴ്ത്തിയത് കണ്ട് ഉമ്മ പറഞ്ഞു, പൊന്നു മക്കളെ, ഓൻ ആദ്യമായിട്ട് പുതിയാപ്പിള ഇറങ്ങുന്നല്ല, ഇത് രണ്ടാമത്തെ. നിങ്ങൾ ഓനെ കുറവാക്കല്ലേ, അല്ലെങ്കിൽ ഓന് ഭയങ്കര മടിയാണ്. ഇല്ലുമ്മ, ഞങ്ങളവനെ സപ്പോർട്ട് ചെയ്യല്ലേ അല്ലേടാ. അപ്പോഴേക്കും അതാ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നു. മക്കളെ, ബാങ്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ചോറങ്ങോട്ട് വിളമ്പാലോ. മക്കളെ, എന്നാൽ പള്ളി പോയിക്കോളി, ഇവിടെ അടുത്ത് തന്നെ അല്ലേ. അങ്ങനെ നവാസും ഷമ്മാസും ഫൈസലും കൂടി അതാ പള്ളിയിലേക്ക് പോകുന്നു. ഉമ്മയും നുസൈബയും സാജിയുമൊക്കെ അവിടെ നിന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അതാ നുസൈബ അടുക്കളയിലേക്ക് ഇറങ്ങി. എളാമ്മ, തെരി ഏത് പ്ലേറ്റ്സൊക്കെ ഇതിലേക്ക് വിളമ്പേണ്ടത്? മോളെ, അതൊക്കെ ഞാൻ വിളമ്പിക്കോളാം. ഇങ്ങളെ വിളിച്ചിട്ട് എന്നാണ് വിളമ്പണേ? അല്ല എളാമ്മ, ഞാൻ ചെയ്തോളാം തെരി. അവൾക്ക് അതിനൊക്കെ ഒരു എളുപ്പമായിരുന്നു. അവൾ വേഗം അതാ ബിരിയാണിയും റൈസും ഒക്കെ എടുത്ത് സെറ്റാക്കി അത് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നു. പൊന്നാര നുസിയേ, ഈ ഇവിടെ എന്നാൽ അടങ്ങി നിൽക്കൂല, അത് തന്നെ എനിക്ക് കൊണ്ടുവരാൻ മടി. അതിനെന്താ ഇളാമ്മ, ഇവിടെ ഗ്ലാസും പ്ലേറ്റും ഒക്കെ വെള്ളമൊക്കെ ദാ. എല്ലാവർക്കുമുള്ള ഭക്ഷണം, എല്ലാവർക്കുമുള്ള പ്ലേറ്റ്സ്, ഗ്ലാസ്, അച്ചാർ, തൈര്, ഫ്രൂട്ട്സ്, സാലഡ്, പായസം എല്ലാം അതാ നുസൈബ പെട്ടെന്ന് തന്നെ അവിടെ സെറ്റാക്കുന്നു. എളാമ്മ പറഞ്ഞു, പൊന്നു മോളെ, എൻ്റെ മാതിരി വണ്ടിപ്പായിരുന്നു എനിക്ക് കഴിയൂല കേട്ടോ. ഇത് ഇവിടെ ഉണ്ടായതുകൊണ്ട് കഴിച്ചില്ലായി. അതിനെന്തെളാമ്മ? കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതാ അവരെല്ലാവരും പള്ളിയിൽ നിന്നെത്തി. മാഷാ അല്ലാ, നല്ല ബിരിയാണിയുടെ മണം. അപ്പോഴേക്കും ഉമ്മ പതിവ് തെറ്റിച്ചില്ല. മകളുടെ കയ്യിൽ ഒരു കാസ്ട്രോൾ നിറയെ ബിരിയാണി അതാ കൊടുത്തേക്കുന്നു. മോളെ, ഇതാ ഒന്നാണ് കാട്ടിക്കൊടുത്താളെ മനോട്ടി ചെല്ലി. ആ കാസ്ട്രോൾ നിറയെ ആ ഫുഡ് ചൂടോട് കൂടി തന്നെ അവൾ സൗദയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. വേഗം പോയിട്ടോ. ഉച്ചനേരത്ത് നല്ല ബീഫ് ബിരിയാണി കിട്ടിയതിൽ സന്തോഷിച്ചു. അപ്പോഴേക്കും മന്തിയും എത്തി. അതും വിളമ്പി സെറ്റാക്കി. എല്ലാവരും പറഞ്ഞു, മന്തി എപ്പോഴും കഴിക്കണമല്ലപ്പോൾ, നമ്മൾ ഏളാമ്മാൻ്റെ ബീഫ് ബിരിയാണി ഒന്ന് കഴിക്കട്ടെ.
മാഷാ അല്ലാ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒരു രക്ഷയില്ല. ഷമ്മാസും ഫൈസലും പറയുന്നു, എളാമ സത്യത്തിൽ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതൊക്കെ എളാമ്മക്ക് ഇങ്ങനെയൊക്കെ വെക്കാൻ അറിയാലേ? അതോ ആരെയും വിളിച്ച് വെപ്പിച്ചോ? അതൊരു സംശയമുണ്ട്. മക്കളെ, ആരും വിളിച്ച് വെപ്പിച്ചിട്ടില്ല. എന്നാൽ അതിനിടയിലും ഒരു രഹസ്യമുണ്ടായിരുന്നു. സൗദയെ വിളിച്ചിരുന്നോ എന്ന് തന്നെ അവർ സംശയപ്പെട്ടു. കാരണം എളാമ എത്രക്ക് അടിപൊളിയായിട്ട് ബിരിയാണി വെക്കാറില്ല എന്ന അടിപൊളി ടേസ്റ്റും. മന്തി അധികവും ബാക്കിയായി ബിരിയാണി എല്ലാവരും ഒരുപാട് കഴിച്ചു. തമാശയിൽ എന്ന വണ്ണം അതാ ഷമ്മാസ് പറയുന്നു, നവാസ്ക നല്ലോണം കഴിച്ചോളിട്ടോ, പെണ്ണ് കാണാൻ പോകാനുള്ളതാണ്. നീ ഒന്ന് പോടാ, അവനെ കളിയാക്കാതെ. എന്തിനാ ചെക്കനെ ഇങ്ങനെ കളിയാക്കുന്നത്? അല്ലുമ്മ, ഞാൻ കാര്യത്തിൽ തന്നെയാണ് പറയുന്നത്. പിന്നെ അടിപൊളിയായിട്ടുണ്ട് എളാമ ബിരിയാണി. മക്കളെ കുറച്ച് മന്തിയും കൂടി കഴിച്ചോളി. എന്തിന് ഇത്രയ്ക്കും നല്ല നാച്ചുറൽ നല്ല അടിപൊളി ഫുഡ് കിട്ടുമ്പോൾ? പായസം കുടിച്ചോളി മക്കളെ, പായസം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എളാമ. സംഭവം നല്ലൊരു കുക്ക് തന്നെയാണല്ലേ എളാമ? അല്ലാതെ പിന്നെന്താ. എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു. ഒന്ന് മയങ്ങട്ടെ എന്ന് കരുതി റൂമിലേക്കൊക്കെ പോയി. ഉമ്മാക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. പഠിച്ച റബ്ബേ, ഞാൻ വിചാരിച്ചു ഉച്ചന് മുമ്പ് അങ്ങോട്ട് പോകണമെന്ന്. നവാസേ മോനെ, നമുക്കൊന്ന് പോയി നോക്കിയാലോടാ. ഉമ്മ പോകേ? ആടാ, എന്തെൻ്റെ കുട്ടിക്ക് നാണുണ്ടോ? അല്ല, എന്നാലും ഒരു എളാമ്മയോട് ഒന്ന് ഉമ്മ ഒരു ഉച്ചയ്ക്ക് ശേഷം പോകും, അതായിരിക്കും നല്ലത്. എന്നായിക്കോട്ടെ, എന്നാൽ പിന്നെ അസ് റിസ്ക് വെച്ചിട്ടാണ് പോയാൽ മതി. ഇപ്പം പിന്നെ ഒരു ഭക്ഷണം കഴിക്കേണ്ട നേരക്കാണെങ്കിൽ നമ്മൾ ചെന്നാലേ. അതന്നെ. അപ്പോഴേക്കും ഉമ്മ കുറച്ച് മന്തിയും അവളുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്നു, പായസവും. അസ്ര നമസ്കാര ശേഷം അതാ സൗദിയുടെ വീട്ടിലേക്ക് ഉമ്മയും സാജിദയും നുസൈബയും നവാസും പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ്. പള്ളിയിൽ നിന്ന് അതാ ബാങ്കുലി കേൾക്കുന്നു. മക്കളെ, ബാങ്ക് കൊടുത്തു, നിസ്കരിച്ച് പോരി. മക്കൾ അതാ പള്ളിയിലേക്ക് ഇറങ്ങുന്നു. നവാസിന് മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടോ എന്നൊരു തോന്നൽ. നിസ്കാരം കഴിഞ്ഞ് വന്ന ഉടനെ പോണട്ടോ. മോളെ നുസിയെ, എന്നാ ഒരുങ്ങിക്ക് മോളെ, ഇപ്പം വരും നവാസ്. അങ്ങനെ അതാ അവർ പെണ്ണ് കാണുവാൻ വേണ്ടി പോകുവാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു. നവാസ് ദൂരെ നിന്ന് വരുന്നു. മോനെ വേഗം വാ. ഫൈസലിനോടും ഷമ്മാസിനോടൊക്കെ യാത്ര പറയുന്നു. എന്നാൽ ഞാനൊന്ന് പോയിട്ട് വരാം, പോയിട്ട് വായിക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. തൻ്റെ മൂത്ത ജ്യേഷ്ഠനെ പെണ്ണു കാണുവാൻ വേണ്ടി അനിയന്മാർ സന്തോഷത്തോടെ അതാ പറഞ്ഞയക്കുന്നു. അവരതാ നേരെ സൗദയുടെ വീട്ടിലേക്ക്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് തരണേ, പറ്റുമെങ്കിൽ ഒരു കമൻറ്റും. പിന്നെ സ്റ്റോറിയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിലൊക്കെ പറയണം കേട്ടോ. കാരണം 2-3 ഒരുമിച്ച് എഡിറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കുമ്പോൾ പല പിഴവുകളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ സൗദയും നവാസും പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.